ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തമിഴിലും തെലുങ്കിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. സിനിമ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ചെന്നൈയിൽ തുടർച്ചയായിട്ട് കത്തിക്കയറ്റിട്ടുള്ള മൃതദേഹങ്ങൾ കിട്ടുകയാണ്. അത് ആരാണ് കൊല്ലുന്നത്, ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്നുള്ള ഒരു അന്വേഷണമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞത്. 11 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നവീൻ ചന്ദ്രയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നവീൻ ചന്ദ്രയെ കൂടെ റയാ ഹരി ഉണ്ട്. റയാ ഹരിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നായികയായിട്ട് വന്നത് റയാ ഹരിയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്ന് ഹിറ്റായി പോയ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. 2 മണിക്കൂർ 2.5 മണിക്കൂറിനടുത്തുണ്ട് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തുടക്കം ഒരു 3/4 മണിക്കൂറോളം നമ്മളെ ബോറടിപ്പിക്കുന്ന പല സംഭവങ്ങളായിരുന്നു. അതായത് നായകൻ്റെ ഇൻട്രോ, നായകനെ മാസ് കാണിക്കാൻ വേണ്ടി നായകൻ്റെ ഓരോ ആക്ഷൻ സീനുകൾ, വെറുതെ ഒരു ലവ് ട്രാക്ക്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് വെറുതെ സമയം പോക്കുന്ന പോലെയാണ് ആദ്യത്തെ 3/4 മണിക്കൂറോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് ആ ഒരു സ്റ്റോറിയിലേക്ക് കടക്കുന്നത് സംഭവം. ഇതിന് ഈ 3/4 മണിക്കൂറിൽ ഇതിൻ്റെ മുന്നിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സമയം നായകൻ്റെ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട്, നായകൻ്റെ ആ ഒരു മാസ് സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു പോകുന്നതാണ് ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ. അതിനുശേഷം ഈ ഒരു കേസ് നായകൻ്റെ അടുത്തേക്ക് വരുന്നതും പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനുമാണ് സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഒരു 40-45 മിനിറ്റിന് ശേഷം പിന്നെ ഒരു എൻഗേജിങ് ആയിട്ട് സിനിമ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെന്നാണ്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഒക്കെ വരുന്നുണ്ട്. അതും ഒന്നുകൂടി ഒന്ന് ഷോർട്ടാക്കാമായിരുന്നു തോന്നുന്നു. അത് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള പോലെ തോന്നി. ഈ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി എന്നുള്ളത് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള പോലെ തോന്നി എനിക്ക്. അതൊന്ന് ഷോർട്ടാക്കാമായിരുന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നവീൻ ചന്ദ്രയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും പിന്നെ എനിക്ക് കുറച്ചൊരു ബോറായി തോന്നിയ നായികയായിട്ട് വന്ന ഈ പ്രൊഡ്യൂസറാണ്. നായികയായിട്ട് വന്ന നായികയുടെ പേര് റയാ ഹരി. അവരുടെ പെർഫോമൻസ് വലിയൊരു ഇതായി തോന്നിയില്ല. പിന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ തിരക്കഥ, നല്ലൊരു തിരക്കഥയായിരുന്നു, കിടിലൻ തിരക്കഥയായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, മേക്ക് ചെയ്തെടുക്കാൻ കുറച്ചൊരു അവരൊരു ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. ഒന്നുകൂടി നന്നാക്കി പിന്നെ മേക്കിംഗ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് തിരക്കഥയിൽ കൊണ്ടുവന്ന ആ ഒരു മികവ് മേക്കിങ്ങിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്നാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു എവറേജ് ഫീലിംഗ് വന്ന ഒരു സിനിമയാണ്. പിന്നെ എന്തായാലും ഒരു എബോ എവറേജ് അനുഭവം തന്നൊരു സിനിമയാണ് 11 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ മ്യൂസിക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ലാസ്റ്റുള്ള ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഇൻട്രോലിന് ശേഷമുള്ള ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ടു നോക്കാം. ഒരു എബോ എവറേജ്, എവറേജിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സിനിമ മൾട്ടി ഓഡിയോയിൽ അവൈലബിൾ ആണ്. മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. ഞാൻ മലയാളമാണ് കണ്ടത്. തമിഴ് തെലുങ്കിലാണ് തിയേറ്റർ റിലീസ് ചെയ്തെങ്കിലും പിന്നെ OTT റിലീസ് ചെയ്ത സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മലയാളമാണ് കണ്ടത്. മലയാളം ഡബിങ് മോശമല്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ അവർ ഡബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.